Hello friends, welcome to Toppers World. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ്, അതായത് അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസിൻ്റെ ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ കീ ആണ്. അതിൻ്റെ ആൻസർ കീ ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഉത്തരങ്ങളായിരിക്കും നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എഴുതിയ ഫസ്റ്റ് ടേം എക്സാം ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണിത്. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ആൻസർ കീ ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുള്ളവർ നോട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തിയിട്ട് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻസ് ഒന്ന് നോക്കാനും മറക്കരുത്. പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യ ക്വസ്റ്റ്യൻ നമുക്ക് അരി, ഗോതമ്പ്, ഉരുളക്കിഴങ്ങ്, മരച്ചീനി, ഓട്സ്, മധുരക്കിഴങ്ങ് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം കാർബോഹൈഡ്രേറ്റ് ആണല്ലോ. ഏതെല്ലാം രൂപത്തിലാണ് ഈ പോഷക ഘടകം ഇവയിൽ കാണപ്പെടുന്നത് എന്നാണ്. അതിൻ്റെ ആൻസർ നോക്കാം. ഇതാണ് ആൻസർ: അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ. ഓക്കെ. അടുത്തത്, നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാം? മട്ടയരി, ചീര, നിലക്കടല, ബദാം, ചേമ്പില, മുട്ട, പാല്, നെയ്യ്. ഓക്കെ, ഇത് ആൻസർ ആണ് കേട്ടോ. ഇനി ആരും വന്നിട്ട് ക്വസ്റ്റ്യൻ കണ്ടില്ല, ആൻസർ കണ്ടില്ല, ആൻസർ വായിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ കണ്ടില്ല അല്ലെങ്കിൽ ആൻസർ കണ്ടില്ല എന്നുള്ള അനാവശ്യ കമൻറ്റുകളൊന്നും പറയരുത്. ക്വസ്റ്റ്യൻ ഇതാണ്, അതിൻ്റെ താഴെ തന്നെ ആൻസറും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ: താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവന മനസ്സിലാക്കി ശരിയായ കാരണം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്ന ആൻസർ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ മൂന്നാമത്തെയാണ് ആൻസർ വരിക, അതായത് ഓപ്ഷൻ ബി കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നുകൊണ്ട് ഇതാണ് ആൻസർ വരിക. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതിനാൽ അയൺ ഗുളിക കഴിക്കുന്നവർക്ക് വിളർച്ച ഉണ്ടാകുന്നില്ല. അടുത്തത് രണ്ടാമത്തെ: പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വൈദ്യുത കാന്തം നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ് കുട്ടികൾ. അതിനായി കുട്ടികൾ കൊണ്ടുവന്ന ചില സാധനങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ABC എന്ന് പറഞ്ഞ് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഇവ കൂടാതെ ഏതെല്ലാം വസ്തുക്കൾ കൂടി ഉൾപ്പെടുത്തിയാൽ വൈദ്യുത കാന്തം നിർമ്മിക്കാനാകും? അതിന് ആൻസർ ബാറ്ററി, ആണി എന്നിവ കൂടാതെ ഒരു ചെമ്പ് കമ്പിയും കൂടെ ഉപയോഗിച്ച് നമുക്ക് വൈദ്യുത കാന്തം നിർമ്മിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് പരീക്ഷണമാണ്. ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ നിർമ്മാണ രീതിയും കൂടി എഴുതണം. ആണിയിൽ ചെമ്പ് കമ്പി ചുറ്റുക, ചെമ്പ് കമ്പിയുടെ രണ്ടറ്റവും ബാറ്ററിയിലേക്ക് ഘടിപ്പിക്കുക, ഇതിനിടയിൽ ഒരു സ്വിച്ച് ഘടിപ്പിക്കുക. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആണി വൈദ്യുത കാന്തമായി പ്രവർത്തിക്കും. ഓക്കെ. ഇനി ബി ക്വസ്റ്റ്യൻ വരുന്നത് കാന്തശക്തി പരിശോധിക്കാനുള്ള പരീക്ഷണം ചെയ്യാനാണ് ബി ക്വസ്റ്റ്യൻ. നിർമ്മിച്ച വൈദ്യുത കാന്തം ഉപയോഗിച്ച് ചെറിയ ഇരുമ്പ് വസ്തുക്കളെയോ, അതായത് മുട്ടുസൂചി, പേപ്പർ ക്ലിപ്പൊക്കെ ആകർഷിക്കാൻ ശ്രമിക്കുക. എത്ര വസ്തുക്കളെ ആകർഷിക്കാൻ കഴിയുന്നു എന്നതിനെ ആശ്രയിച്ച് കാന്തശക്തിയുടെ അളവ് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും. ഇനി നമുക്ക് ആൻസർ ആണ് കേട്ടോ പറഞ്ഞത്. ഇനി സിയുടെ ആൻസർ ഇവിടെ തന്നെയാണ് പറയുന്നത്. കാന്തവുമായി ബന്ധപ്പെട്ട 4 പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായ പ്രസ്താവന ഏതെന്നാണ്. പ്രസ്താവന 2ഉം 4ഉമാണ് ശരി, അതായത് ഓപ്ഷൻ ഡി ആണ് ശരി കേട്ടോ. നെക്സ്റ്റ് വരുന്നത് 3A, അതായത് അസ്ഥികൂടത്തിൻ്റെ മറ്റു 2 ധർമ്മങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസർ നോക്കാം. ശരീരത്തിന് ഉറപ്പും ആകൃതിയും നൽകുകയും ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. 3Aയുടെ ആൻസർ ആണ് കേട്ടോ. അടുത്തത് 3B എന്ന് പറയുമ്പോൾ നട്ടെല്ലിൽ 33 അസ്ഥികൾ, വാരിയലിൽ എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. ABCD അങ്ങനെ ആൻസർ പറഞ്ഞു തരാം. A 24, B തലയോട്, C 31, D മാറല്. ഓക്കെ. ഇനി സി അസ്ഥി സന്ധിയുമായി ബന്ധപ്പെട്ട് 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ശരിയായ പ്രസ്താവനയാണ് നമ്മുടെ ചോദ്യം. ആൻസർ സി ആണ്, 2 മാത്രം ശരി, അതായത് ഇത് മാത്രം. തലയോട്ടിയിലെ അസ്ഥിസന്ധികളിൽ അധികവും ചലനശേഷി ഇല്ലാത്തവയാണ്. ഇതാണ് ശരി കേട്ടോ. 3 ABC കഴിഞ്ഞിട്ടുണ്ട്. ഇത് ആൻസർ ആണ് ഞാൻ വായിച്ചത്. ആരും ആൻസർ കണ്ടില്ല, ക്ലിയർ അല്ല എന്ന് പറയരുത്. ഇത് ആൻസർ ആണ്.
ഇനി 4A B എന്ന് പറഞ്ഞ 4A 4B എന്ന് 2 ഭാഗങ്ങളുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒന്നിന് ആൻസർ ചെയ്താൽ മതിയാവുന്നൊരു പറഞ്ഞിട്ടുണ്ട്. 4Aയുടെ ആൻസർ കൊളസ്ട്രോളുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ നോക്കാം. കൊളസ്ട്രോൾ അധികമായി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു കാർട്ടൂണും ഉണ്ട് കേട്ടോ, അത് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ. നമുക്ക് A നോക്കാം. 4Aയിലെ A ക്വസ്റ്റ്യൻ: കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളായ A, D, E, K എന്നിവ കൊഴുപ്പിന്റെ അഭാവത്തിൽ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയില്ല. കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഇത് 4ന്റെ A ക്വസ്റ്റ്യൻ. ഇനി B ക്വസ്റ്റ്യൻ വരുന്നത്, B ആൻസർ: പോഷകമൂല്യം നഷ്ടപ്പെടാതിരിക്കാൻ അടച്ചു വെച്ച് വേവിക്കുക. പച്ചക്കറികൾ കഴുകിയതിനു ശേഷം മാത്രം മുറിക്കുക. അമിതമായി വേവിക്കാതിരിക്കുക. വേവിച്ച വെള്ളം ഊറ്റിക്കളയാതിരിക്കുക. തുടങ്ങി ഏതെങ്കിലും ഊറ്റിക്കളയാതിരിക്കുക. ഇത് മാത്രം മതി കേട്ടോ, ഇത് വേണ്ട. ഓക്കെ, ഇത്രയും മതി. ഇനി സിയുടെ ആൻസർ നോക്കാം. അടുത്തത് വൈറ്റമിനുകളും അവയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങളുമാണ് തന്നിരിക്കുന്നത്. ഇത് ശരിയായി മാച്ച് ചെയ്യാനാണ്. വൈറ്റമിൻ A എന്ന് പറയുന്നത് 1C നിശാന്തത, വൈറ്റമിൻ B എന്ന് പറയുന്നത് 2A വായ്പുണ്ണ്, വൈറ്റമിൻ C അഭാവം മൂലം സ്കേർവി, വൈറ്റമിൻ D കണ. ഓക്കെ, ആൻസർ A ആണ് കേട്ടോ. നെക്സ്റ്റ് 4B. നിങ്ങൾക്കത് ഓർ ക്വസ്റ്റ്യൻ ആണ്. ആ 4A കംപ്ലീറ്റ് ചെയ്തവർക്ക് ഇത് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ 4B ചെയ്യുക കേട്ടോ. 4Bയിലെ A ക്വസ്റ്റ്യൻ, B ക്വസ്റ്റ്യൻ, C ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് നോക്കാം. 4Bയിലെ A ക്വസ്റ്റ്യൻ ആൻസർ ഡോക്ടറോട് ചോദിക്കാനുള്ള 4 ചോദ്യങ്ങളാണ്. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ഏതെല്ലാമാണ്? രണ്ടാമത്തെ, വൈറ്റമിൻ D ശരീരത്തിൽ ലഭിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണ്? 3, ഇരുമ്പിന്റെ കുറവ് രക്തക്കുറവിന് കാരണമാകുന്നത് എങ്ങനെയാണ്? 4, അയഡിൻ കുറവ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ എങ്ങനെ ബാധിക്കുന്നു? ഓക്കെ, ഇത് 4Bയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ആൻസറിൽ ക്വസ്റ്റ്യൻ നോക്കാം. വെണ്ടയ്ക്കയുടെ റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ: യോജിക്കുന്നില്ല, വെണ്ടയ്ക്കയിൽ കൊഴുപ്പ് അടങ്ങിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതിനുള്ള പരീക്ഷണം. അതായത് വെണ്ടയ്ക്കയിൽ കൊഴുപ്പ് അടങ്ങിയിട്ടില്ല, അതാണ് ആൻസർ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് സി ആണ്. സിയുടെ ആൻസർ ഏതാ വരിക? സിയുടെ ആൻസർ വരുന്നത് A ആണ് കേട്ടോ. ഇതാണ് ആൻസർ വരിക. അത് വൈറ്റമിൻ A മത്സ്യം, ക്യാരറ്റിൽ നിന്ന് നമുക്ക് കിട്ടും. 1 D, 2 C, 3 A വൈറ്റമിൻ C നെല്ലിക്ക, നാരങ്ങ, വൈറ്റമിൻ E നിലക്കടല, ബദാം. ഓക്കെ, നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ. 5ൽ നമുക്കിവിടെ അസ്ഥികൂടത്തിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. ചിത്രത്തിൽ 1, 2 നമ്മൾക്ക് അടയാളപ്പെടുത്താനും തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. ABC എന്ന് പറഞ്ഞ 3 ചോദ്യങ്ങൾ. 5 ABC ചെയ്യണം. 5A തലയോടാണ്. മസ്തിഷ്കത്തിന് സംരക്ഷണം നൽകുന്നു. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് എന്നീ ഇന്ദ്രിയങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു. 2 മാർക്ക് ചെയ്തിരിക്കുന്നത് വാരിയെല്ലാണ്. ഹൃദയം, ശ്വാസകോശം, ചില പ്രധാന രക്തക്കൊഴലുകൾ എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. ഇനി നമുക്ക് അതിൽ B ക്വസ്റ്റ്യൻ വരുന്നത്, ചെവിക്കൂട നിർമ്മിച്ചിരിക്കുന്നത് ഏത് അസ്ഥി കൊണ്ടാണ്? ഈ അസ്ഥി കാണപ്പെടുന്ന മറ്റേതെങ്കിലും 4 ശരീരഭാഗങ്ങളുടെ പേര് എഴുതാൻ തന്നിട്ടുണ്ട്. B തരുണാസ്ഥികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, കണങ്കാൽ, ശ്വാസനാളം, കശേരുകൾക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിൽ കാണപ്പെടുന്നു. ദെൻ സിയുടെ ആൻസർ വരുന്നത് D ആണ്. ഈ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയാണ്. നൽകിയിരിക്കുന്ന കാരണം പ്രസ്താവനയ്ക്ക് അനുയോജ്യമാണ്. ഇതാണ് ആൻസർ വരിക കേട്ടോ. 5D ആണ്. 5Cയിലെ ആൻസർ D ആ വരിക. നേരെ നോക്കുക കേട്ടോ, ആൻസർ കണ്ടില്ല എന്നൊന്നും പറയരുത്. ഇത് 5ന്റെ ആൻസർ ആണ്. ഇനി 6ൽ നമുക്ക് AB എന്ന് 2 ഭാഗങ്ങളുണ്ട്. 6A 6B ഇതിൽ ഏതെങ്കിലും ഒന്നിന് ആൻസർ ചെയ്താൽ മതിയാവും. അപ്പം നമ്മൾ ആദ്യം 6Aയുടെ ABC എന്ന് പറഞ്ഞ 3 ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോണത്. 6A അല്ലെ 6Aയിലെ A ക്വസ്റ്റ്യൻ: എടുത്തെറിയുമ്പോൾ, കൂട്ടിയിടുമ്പോൾ, ചുറ്റിക ഉപയോഗിച്ച് ശക്തിയായി അടിക്കുമ്പോൾ, ചൂടാക്കുമ്പോൾ തുടങ്ങി ഏതെങ്കിലും 2 ശരീര. അപ്പോൾ ഇതുവരെ മതി. ഏതെങ്കിലും 2 എന്നുള്ളതൊന്നും വേണ്ട, ഇതുവരെ കേട്ടോ. ആൻസർ ഇതുവരെയാണ്. B ക്വസ്റ്റ്യൻ. Bയുടെ ആൻസർ: കാന്തങ്ങൾ അലക്ഷ്യമായി കൂട്ടിയിട്ട് സൂക്ഷിക്കാതെ ബാർകാന്തത്തിന്റെ ഇടയിൽ അകാന്തിക വസ്തുക്കൾ വെക്കുകയും അവയുടെ സജാതീയ ധ്രുവങ്ങൾ ഒരേ വശത്ത് വരാതെ നോക്കുകയും വേണം. കാന്തത്തിന്റെ അഗ്രഭാഗത്ത് അവ വീഴാതെ സ്റ്റോപ്പർ ഉപയോഗിക്കുകയും വേണം. യു കാന്തത്തിന്റെ അഗ്രഭാഗത്തും സ്റ്റോപ്പർ ഉപയോഗിച്ച് സംരക്ഷിക്കുകയും ചെയ്യുക. അടുത്തത് സിയുടെ ആൻസർ B ആണ്.
ഇതാണ് ആൻസർ വരിക. സിയുടെ ആൻസർ ബി, അതായത് 1 സി വരും, 2 എ, 3 ബി, 4 ഡി തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് 6B 6B അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ആണ്. ഉൾക്കടലിൽ അകപ്പെട്ട 2 പേർക്ക് തെക്കു ഭാഗത്തുള്ള കരയിൽ എത്തണം. ഇവരുടെ കൈവശം ഒരു ചരടും ഒരു ബാർക്കാന്തവും മാത്രമാണുള്ളത്. അപ്പം നമുക്ക് അത് റിലേറ്റ് ചെയ്ത് ABC എന്ന് പറഞ്ഞ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൻ്റെ ആൻസർ നോക്കാം. അതിൻ്റെ എ ക്വസ്റ്റ്യൻ, സ്വതന്ത്രമായി തൂക്കിയിട്ട ബാർക്കാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നു. ഒരു ബാർകാന്തത്തിന്റെ മധ്യഭാഗത്ത് നൂലുകെട്ടി സ്വതന്ത്രമായി തൂക്കിയിടുന്നു. കാന്തത്തിന്റെ ചലനം നിലയ്ക്കുമ്പോൾ അതിന്റെ ധ്രുവങ്ങൾ ഏത് ദിശയിലേക്കാണ് നിൽക്കുന്നത് അതായിരിക്കും ഉത്തര ദക്ഷിണ ധ്രുവത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. ഓക്കെ, അത്ര മതി. ഇത് വേണ്ട കേട്ടോ, ഞാൻ വെട്ടിയ ഭാഗം അതായത് ഇതുവരെ മതി, ഇങ്ങോട്ടേക്ക് വേണ്ട. ബി, മുറിഞ്ഞു മാറി ഓരോ കഷ്ണത്തിനും 2 ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളൊരു കാന്തം മുറിഞ്ഞു മാറിക്കഴിഞ്ഞാൽ അതിന് 2 ധ്രുവങ്ങൾ ഉറപ്പായിട്ടുണ്ട്, തെക്കും വടക്കും. ഓക്കെ, സി ക്വസ്റ്റ്യൻ ബി ആണ് ആൻസർ. ശരി, നോക്കാം അത് ഏതാണെന്ന്. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. അതായത് 2 ചെറിയ കാന്തങ്ങൾ ലഭിക്കും, ഓരോ ചെറിയ കാന്തത്തിനും ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ആൻസർ മാത്രമാണ് പറയുന്നത്. നിങ്ങൾ ശരിക്കും നോക്കുക, ഞാൻ പറയുന്നത് 6Aയുടെ ആൻസർ ആണോ 6Bയുടെ ആൻസർ ആണോ എന്ന് നിങ്ങൾ റീചെക്ക് ചെയ്ത് എഴുതുക കേട്ടോ. ഇപ്പോൾ പറഞ്ഞത് 6B 6Bയുടെ ABC ആൻസറുകളാണ്. ഇതാണ് കേട്ടോ 6Bയുടെ ആൻസറുകളാണ്, 6Bയുടെ ABC ആൻസേഴ്സ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ് ഇത്രയേ നമുക്കുള്ളൂ. അപ്പോൾ നമ്മുടെ അത് കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് ഈ മുറിച്ചു മാറ്റിയ കഷ്ണത്തിൻ്റെ ധ്രുവങ്ങൾ പറഞ്ഞില്ലേ. ഇപ്പം നമ്മൾ സപ്പോസ് ഇതൊരു കാന്തമാണെന്ന് ഇരിക്കട്ടെ, ഇത് പൊട്ടി 2ആയിട്ട്. അപ്പം ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് 2ആയി മാറില്ലേ. നിങ്ങൾ എന്ത് ചെയ്യുക, വരയ്ക്കുമ്പോൾ ശരിയാവാണ്ടാണ്. നിങ്ങൾ 2 കാന്തം ഇതുപോലെ വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ധ്രുവങ്ങൾ, ഇത് 2 ധ്രുവമാണല്ലോ, ഇതിൽ ഏതാണ് ഉത്തരധ്രുവം ഏതാണ് ദക്ഷിണധ്രുവം എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നോർത്തും സൗത്തും നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ ആൻസർ ആവും. അതും കൂടി പറയുകയാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.